ഇനി എറണാകുളത്തിന്റെ തീരമേഖലയിലേക്ക് പോകാം. കണ്ണമാലി പ്രദേശത്ത് കടൽക്ഷോഭം രൂക്ഷമാണ്. റോഡുകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറുന്നു എന്നതാണ്. എല്ലാ മഴക്കാലത്തും അവിടുത്തെ ആളുകളുടെ ഒരു ദുരിതാവസ്ഥ തന്നെയാണ്. ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ചെല്ലാനത്തും അത് തന്നെയാണ് അവസ്ഥ. ചെല്ലാനം കണ്ണമാലി മേഖലയിലാണ് കടൽക്ഷോഭം രൂക്ഷമായിട്ടുള്ളത്. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായിട്ട്. വിഷ്ണു, ടെട്രാപോഡൊക്കെ നിർമ്മിച്ച് കുറച്ച് കിലോമീറ്ററുകളോളം സുരക്ഷിതമാക്കിയെങ്കിലും മറ്റിടങ്ങൾ ഇപ്പോഴും ആ കാലങ്ങളായി അവരനുഭവിക്കുന്ന ആ ദുരിതം അതിപ്പോഴും തുടരുകയാണല്ലേ? അതേപക്ഷേ ഈ ടെട്രാപോഡ് നിർമ്മിച്ചിരിക്കുന്നത് ചെല്ലാനം പഞ്ചായത്തിലാണ്. കണ്ണമാലിയുടെ ഒരു തെക്കൻ മേഖലയിലാണ്, തെക്കൻ പ്രദേശത്താണ് നിലവിൽ ഈ ടെട്രാപോഡ് സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെയൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഒരു മഴക്കാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ നേരെ മറിച്ച് വടക്ക് ഭാഗത്ത്, അതായത് കണ്ണമാലി, പള്ളി, ചെറുകടവ്, CMS ഭാഗങ്ങളിലാണ് ഇപ്പോൾ ശക്തമായ രീതിയിൽ കടൽക്ഷോഭം ബാധിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഒരു കടൽക്ഷോഭത്തിന്റെ തീവ്രത വീടുകളിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങിയത്. ഒരു 11 മണിക്ക് ശേഷം ശക്തമായി തന്നെ കടൽ വെള്ളം വീടുകളിലേക്കും റോഡുകളിലേക്കും ഒക്കെ ഇരച്ചു കയറുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉള്ളത്. ഏതായാലും ആളുകൾക്കൊക്കെ വലിയ ഒരു ദുരിതമാണ്. കാരണം നിരന്തരമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ തന്നെ പല വട്ടം വാർത്തകളിലൊക്കെ ഈ മഴക്കാലം വരുമ്പോൾ ഇവരുടെ ദുരിതങ്ങൾ കാട്ടിയിട്ടുള്ളതാണ്. പക്ഷേ അതിനൊരു മാറ്റമില്ല. അപ്പോൾ രണ്ടാം ഘട്ടം ഈ ടെട്രാപോഡ് നിർമ്മാണമൊക്കെ അതിന്റെ ഒരു നിർമ്മാണോദ്ഘാടനമൊക്കെ കഴിഞ്ഞെങ്കിലും ഇതുവരെ കാര്യമായി അതിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും അവരുടെ ഒരു ആക്ഷേപമാണ്. ഏതായാലും കണ്ണമാലി, പള്ളി, ചെറുകടവ്, CMS ഭാഗങ്ങളിലാണ് ഈ തവണ ഇപ്പോൾ മഴയത്ത് ഇന്ന് പെയ്ത മഴയത്ത് ഇന്നലെ അർദ്ധരാത്രി മുതൽ നിലയ്ക്കാതെ മഴ പെയ്യുകയാണ്. അപ്പോൾ കടലും അതനുസരിച്ച് തന്നെ കടൽക്ഷേപവും കടൽക്കയറ്റവും ഒക്കെയായി വലിയ ദുരിതത്തിലോട്ട് ആളുകൾ പോകുന്നു. ഏതാണ്ട് 100-ലധികം കുടുംബങ്ങൾ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകളോ അത്തരം കാര്യങ്ങളിലൊന്നും മാറ്റിയിട്ടില്ല ആളുകളെ. നിലവിൽ വീടുകളിൽ തന്നെയാണ്. ഒരു പരിധിവരെ ഈ ഒരു സമയം കഴിയുമ്പോൾ ഒരു പക്ഷേ വെള്ളം ഇറങ്ങി പോകുമെന്നൊരു പ്രതീക്ഷയിലാണ് ആളുകൾ ഉള്ളത്. ഏതായാലും ഈ റോഡുകളിൽ ഉൾപ്പെടെ ഈ ഒരു കടൽ വെള്ളം കയറി ഈ ഗതാഗതം തന്നെ സ്തംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിയും ഈ മഴ നിലയ്ക്കാതെ പെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ദുരിതാശ്വാസ ക്യാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലോട്ട്. എറണാകുളം കണ്ണമാലി ചെല്ലാനം മേഖലയിലാണ് നൂറുകണക്കിന് വീടുകൾ വെള്ളം കയറുന്ന സ്ഥിതിയുള്ളത്. കടൽക്ഷോഭം അതിരൂക്ഷമാണ് ഇവിടെ.